ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ഇനി നമുക്കത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിന്റെ സിലബസ് എന്താ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിലെ ഓരോ ടോപ്പിക്സും എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് സിലബസ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ കാറ്റഗറി നമ്പർ 079 79/2026 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് ആണ് അതിലേക്ക് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 36,500 മുതൽ 89 വരെയാണ് നമുക്ക് അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 to 40, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ നോർമൽ പി എസ് സിയുടെ എക്സാമുകൾക്കൊക്കെ പറയുന്ന പോലെ OBC ആളുകൾക്ക് 3 വർഷത്തേക്കും അതേപോലെ SC/ST ആളുകൾക്ക് 5 വർഷത്തേക്കുള്ള ഒരു റിലാക്സേഷൻ ഉണ്ട്, അതും ഇതിൽ അപ്ലിക്കബിൾ ആണ്. ദെൻ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ SSLC, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ കഴിഞ്ഞ ആളുകൾക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുക. ഡിപ്ലോമ ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം, ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ സിലബസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, സിവിൽ ആളുകൾക്കും മെക്കാനിക്കൽ ആളുകൾക്കും പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആയിരിക്കും. 50% ഓഫ് സിലബസ് മെക്കാനിക്കലും 50% ഓഫ് സിലബസ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കാതെ നിങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ അതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് മെക്കാനിക്കലിന്റെ സിലബസ് ആണ് നോക്കുന്നത് കേട്ടോ. മെക്കാനിക്കലിന്റെ സിലബസ് ആണ് നോക്കുന്നത്. ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് സിലബസിനെ തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ളതും മൊഡ്യൂളിന്റെ ഹെഡിങ്ങിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. 6 മാർക്കിനായിരിക്കും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നിന്നും മെഷർമെന്റ്സ് യൂണിറ്റിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമ്മൾ ബേസിക് ആയിട്ട് അതിപ്പോ സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ അല്ലെ, രണ്ടാളുകളും ഫസ്റ്റ് ഡിപ്ലോമയിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കലിന്റെ സിലബസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും സിവിലാരും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. സോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്, സ്കെയിൽസ്, എൻലാർജിംഗ് സ്കെയിൽ, റെഡ്യൂസിംഗ് സ്കെയിൽ ആൻഡ് ഫുൾ സ്കെയിൽ, പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, വെർനിയർ സ്കെയിൽ. ഫസ്റ്റ് നമ്മൾ അതിന്റെ സ്കെയിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കെയിലിംഗും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ സിലബസിൽ വരുന്നത്. ദെൻ അതിന്റെ അടുത്തെന്ന് പറയുന്നത് യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് കൺവേർഷൻസ്, യൂണിറ്റും കൺവേർഷൻസും ആണ് നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെ സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ഡ്രോയിങ് ബോർഡ്, നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസുകളൊക്കെ പഠിച്ചിട്ടില്ലേ, A0, A1, A2, A3 അല്ലെ, അങ്ങനെ നമ്മൾ ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ സൈസസ് പഠിച്ചിട്ടുണ്ട്. അതേമാതിരി ഡ്രോയിങ് ബോർഡിന്റെ സൈസസ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വേരിയസ് അതർ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, മറ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച്, കോണിക് സെക്ഷൻസ്, മിസലേനിയസ് സ്കെയിൽസ്, കൺസ്ട്രക്ഷൻ ഓഫ് പോളിഗൺസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് സെക്ഷൻ ഓഫ് സോളിഡ്സ്, ഡെവലപ്മെന്റ്സ് ഓഫ് സർഫസ്, ഓട്ടോകാഡ് ആൻഡ് വേരിയസ് കമാൻഡ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് അല്ലെ. അതായത് നമ്മുടെ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുള്ള സൈസസ് മുതൽ അവിടെ അങ്ങോട്ട് പ്രൊജക്ഷൻസും കോണിക് സെക്ഷൻസും ഓർത്തോഗ്രാഫിക് ആൻഡ് ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. അതോടൊപ്പം തന്നെ ഓട്ടോകാഡിലുള്ള ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട ഓട്ടോകാഡിൽ നമ്മൾ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടതും അതിന്റെ വേരിയസ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സും കാര്യങ്ങളും കൂടി അതിൽ ഉണ്ടാവും. ഇത് നെക്സ്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് അടുത്ത മൊഡ്യൂളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 9 മാർക്കിലാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വരുന്നത്. മെക്കാനിക്കൽ പാർട്ട് 50 മാർക്കാണെന്ന് പറഞ്ഞു, അതിലെ 9 മാർക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരിക്കും 9 മാർക്കിന് ഉണ്ടായിരിക്കുക. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം അല്ലെ. ഫോഴ്സസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, സിസ്റ്റം ഓഫ് ഫോഴ്സസ്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് റിസൾട്ടന്റ് ഓഫ് ദി സിസ്റ്റം ഓഫ് ഫോഴ്സസ്, മൊമെന്റ്സ്, കപ്പിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, നോർമൽ റിയാക്ഷൻ, കോൺ ഓഫ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, ഫ്രെയിംസ്, പെർഫെക്റ്റ് ഫ്രെയിംസ്, ഇംപെർഫെക്റ്റ് ഫ്രെയിംസ്, മെത്തേഡ് ഓഫ് സെക്ഷൻ ആൻഡ് മെത്തേഡ് ഓഫ് ജോയിന്റ് ടു ഫൈൻഡ് ഫോഴ്സസ് ഇൻ ഈച്ച് മെമ്പർ. അപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഫോഴ്സസുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ്,
പിന്നെ ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ലോസ് അല്ലെ, ഡിഫറെന്റ് ലോസ്, അത് അതിന്റെ ഫ്രിക്ഷൻ കാര്യങ്ങളാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ വരുന്നത് അല്ലെ. മൊമെന്റ്സ് കപ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രിക്ഷന്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ, ലിമിറ്റിംഗ് ഫ്രിക്ഷന്, അതേപോലെ നോർമൽ റിയാക്ഷന്, ആ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആംഗിൾ ഓഫ് റീപോസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു പാർട്ടായിട്ട് തന്നെ വരുന്നത്. നെക്സ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്സിൽ അടുത്തതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മള് സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ. എഞ്ചിനീയർ മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം തന്നെയാണ് അത് അല്ലെ. എഞ്ചിനീയർ മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നുണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓരോ പാർട്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട് ഓരോ ഷേപ്പുകൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ, സെൻട്രോയിഡ്. അതിൽ തന്നെ നമ്മൾ വരുന്ന രണ്ട് തിയറങ്ങൾ പറയുന്നുണ്ട്, പാരലൽ ആക്സിസ് തിയറം, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പൊ രണ്ട് തിയറം എന്തായിരിക്കും എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാവുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷനും, പിന്നെ കോമൺ ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. നമ്മൾ റെക്ടാങ്കുലറിന്റെ, സർക്കിളിന്റെ, അതേപോലെ തന്നെ സ്ക്വയേഴ്സിന്റെ, ട്രയാങ്കിളിന്റെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിളിന്റെ ഒക്കെ നമ്മൾ സെൻട്രോയിഡ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എഞ്ചിനീയർ മെക്കാനിക്സ് വരിക. സോ എഞ്ചിനീയർ മെക്കാനിക്സ് 9 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അത്യാവശ്യം നല്ല മാർക്ക് വരുന്ന ഒരു ഏരിയയാണ് എഞ്ചിനീയർ മെക്കാനിക്സ് എന്ന് പറയാം അല്ലെ. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള, ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ള ഭാഗമാണ്. 10 മാർക്കിനാണ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളാണ് എന്ത് വരുന്നത്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്, തെർമൽ സ്ട്രെസ്, സ്ട്രെയിൻ, കോമ്പോസിറ്റ് ബീംസ്, റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ്, ബീംസ്, ടൈപ്സ് ഓഫ് ലോഡ്സ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാന്റിലിവർ ബീം, ഓവർഹാങ് ബീം ആൻഡ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ. നമ്മൾ പഠിക്കേണ്ട ഓരോരോ ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും, നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് തുടങ്ങുന്ന സമയത്ത് പഠിക്കുന്ന കാര്യമാണ് സ്ട്രെസ്സും സ്ട്രെയിനും. പിന്നെ പ്രോപ്പർട്ടീസ് കൂടി പഠിച്ചിട്ടാണ് നമ്മൾ വരാറുള്ളത്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ വരുന്നതാണ് തെർമൽ സ്ട്രെസ്, തെർമൽ സ്ട്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ സ്ട്രെസ്സും സ്ട്രെയിനും കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, ബീംസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ടൈപ്സ് ഓഫ് ബീംസ്, ബീംസിന് അനുഭവപ്പെടുന്ന ടൈപ്പ് ഓഫ് ലോഡ്സ്, നമ്മൾ പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഏതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ബീമുകളുടെ, കാന്റിലിവർ ബീമുകളുടെ, സിംപ്ലി സപ്പോർട്ട് ബീമുകളുടെ, ഓവർഹാങ്ങിങ് ബീമുകളുടെ, അതിന്റെ SFD BMD വരക്കാൻ, ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാനല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറ് ഇങ്ങനെയൊക്കെയാണ്. ഒരു കാന്റിലിവർ ബീം ഉണ്ട്, ആ കാന്റിലിവർ ബീമിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഏത് ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരിക അല്ലെ, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഇത് എത്രയായിരിക്കും, മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് വരാറുള്ളത്. സോ ആ കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സാധനമാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത് അല്ലെ. ബെൻഡിങ് മൊമെന്റ് സൈഡ് ചേഞ്ച് ആവുന്ന മൊമെന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം കുറച്ചധികം ഇരുന്ന് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണെന്ന് പറയാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. സിവിലാർക്കും മെക്കിലെ ആളുകൾക്കും ഈ ഒരു ഭാഗത്തെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ. നെക്സ്റ്റ് അടുത്തതാണ് കോളം ആൻഡ് സ്ട്രക്ട്. അതിൽ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ അടുത്താണ് കോളം ആൻഡ് സ്ട്രക്ട്, ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻ ഓഫ് കോളം, അസംഷൻസ് ഓഫ് കോളം തിയറി, യൂളേഴ്സ് ഫോർമുല ആൻഡ് റാങ്കൈൻ ഫോർമുല, ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് ഫോർമുല, സ്ലെൻഡർനെസ് റേഷ്യോ, ഷോർട്ട് കോളം, ലോങ് കോളം, മീഡിയം കോളം ബേസ്ഡ് ഓൺ സ്ലെൻഡർനെസ് റേഷ്യോ, വെൽഡഡ് ആൻഡ് റിവെറ്റഡ് ജോയിന്റ്സ് ആൻഡ് സ്ട്രെങ്ത് എഫിഷ്യൻസീസ്, ഡാംസ്, റീറ്റെയിനിങ് വാൾസ്. നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രട്ടും അതുമായി ബന്ധപ്പെട്ട സ്ട്രട്ട് കോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ ടൈപ്സും ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ യൂളേഴ്സ് ഫോർമുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലാസ്റ്റ് നമുക്ക് വെൽഡഡ് ജോയിന്റ്സും റിവെറ്റഡ് ജോയിന്റ്സും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിന്റ്സ്, റിവെറ്റഡ് ജോയിന്റ്സ്, അതിന്റെ സ്ട്രെങ്ത്തും എഫിഷ്യൻസിയും കാര്യങ്ങളും. റിവെറ്റഡ് ജോയിന്റ്സിന്റെ എഫിഷ്യൻസി കണ്ടെത്താൻ, വെൽഡഡ് ജോയിന്റ്സിന്റെ എഫിഷ്യൻസി കണ്ടെത്താനൊക്കെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നത്. അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് 10 മാർക്ക് വരുന്നത് കേട്ടോ. സാധാരണ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിവറേജിൽ ഒരു ഭാഗമാണ് 9 മാർക്കിന് അല്ലെ. ഏകദേശം ആദ്യം മാത്രമേ നമ്മളെ ഗ്രാഫിക്സ് മാത്രമേ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ 8-9 മാർക്കിന് 9-10 മാർക്ക് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളെ മെക്കാനിക്കലിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു പേപ്പറുകളിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. സിവിലിനും കോമൺലി ഉള്ള ഒരു പേപ്പർ തന്നെയാണ് അല്ലെ. രണ്ടുപേർക്കും എക്സാം എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഏകദേശം പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ് പറയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലൂയിഡ് എന്താന്ന് പറയണം അല്ലെ. ദെൻ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് പറയുന്നുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് പറയുന്നുണ്ട്, ദെൻ പാസ്കൽ ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, അറ്റ്മോസ്ഫിയർ പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാനോമീറ്റർ, സിമ്പിൾ മാനോമീറ്റർ, യൂട്യൂബ് ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, പ്രഷർ ഗേജസ്, പീസോമീറ്റർ ട്യൂബ്, വാൾവ് ഗേറ്റ്സ്, ബോയൻസി, സെന്റർ ഓഫ് ബോയൻസ്, സെന്റർ ഓഫ് പ്രഷർ, പ്രഷർ ഡയഗ്രാം, മെറ്റാസെന്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്.
ഇതൊക്കെ നമ്മൾ ഫ്ലൂയിഡിലെ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ കുറെ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. പാസ്കൽ ഇക്വേഷൻ, അത് പാസ്കൽ ലോക്ക് ആപ്ലിക്കബിൾ ആവുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, അറ്റ്മോസ്ഫിയർ പ്രഷറും അബ്സലൂട്ട് പ്രഷറും ഗേജ് പ്രഷറും വെച്ചിട്ട് നമ്മൾ റിലേഷൻ പഠിക്കാറുണ്ട് അല്ലെ, പി അബ്സലൂട്ട് ഈസിക്കൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാനോമീറ്റേഴ്സ് ആണ്, നമ്മൾ ഇൻഡയറക്റ്റ് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ പറയുന്ന സംഭവമാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അതിൽ സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. അതിൽ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ പറയാറുണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രഷർ കണ്ടെത്തുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് പീസോമീറ്റർ അടക്കം. സോ പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ബോയൻസിയും സെന്റർ ഓഫ് ബോയൻസി, സെന്റർ ഓഫ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റാസെൻട്രിക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്നത്. then അതോടൊപ്പം തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ അടുത്തൊരു മേഖല എന്ന് പറയുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറം, അപ്ലിക്കേഷൻസ് ആൻഡ് അസംഷൻസും അപ്ലിക്കേഷൻസും ബെർണോളിസ് തിയറം, വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, നോച്ച്, വിയർ, ഡിസ്ചാർജ് ത്രൂ നോച്ചസ് ആൻഡ് വിയേഴ്സ്. ഡിഫറെന്റ് ആയിട്ടുള്ള നോച്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. റെക്ടാങ്കുലർ നോച്ച്, ട്രയാങ്കുലർ നോച്ച്, ട്രപ്പിസോലർ നോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ അതിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻസ്. നോർമലി ഡിസ്ചാർജ് നമ്മൾ ക്യൂ ഈസിക്കൽ ടു എ വി എന്ന് പറയുന്നതിന് പുറമെ ഇതിന്റെ ബാക്കിയുള്ള ഓരോന്നായിട്ട് നമ്മൾ പറയാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിൽ വരുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ അടുത്തൊരു ഏരിയയിൽ വരുന്നത് അല്ലെ. പിന്നെ ഡയമെൻഷൻ അനാലിസിസ്, ബക്കിംഗ്ഹാം പൈ തിയറം ആൻഡ് ഡയമെൻഷൻസ് നമ്പേഴ്സ്, ബൗണ്ടറി ലെയർ ആൻഡ് ഡിഫറെന്റ് ആൻഡ് വേരിയസ് ബൗണ്ടറി ലെയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അടുത്തൊരു സെറ്റായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് രണ്ടാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത മെക്കാനിക്കലിന്റെ നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് എൻഡിലോട്ട് വരുന്ന ഒരു പാർട്ടാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് മെഷീൻസിൽ ക്ലാസിഫിക്കേഷൻസ്, ഇമ്പാക്ട് ഓഫ് ജെറ്റ് പ്രൊപ്പൽഷൻ, ഹൈഡ്രോളിക് ടർബൈൻസ്, ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ, സ്പെസിഫിക് സ്പീഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് സ്പീഡ്, ഗവേണിംഗ് ഓഫ് ടർബൈൻസ്, ഡ്രാഫ്റ്റ് ട്യൂബ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നത്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ അതിനെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജെറ്റിലുള്ള ഓരോ ടൈപ്പ് നമ്മൾ ടർബൈൻസ് പഠിക്കുന്നുണ്ട് അല്ലെ, റിയാക്ഷൻ ടർബൈനും അതേപോലെ തന്നെ ഇമ്പൾസ് ടർബൈനും, ഫെൽട്ടൺ വീൽ, ഫ്രാൻസിസ് കപ്ലാൻ ടർബൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിലബസ്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു പമ്പ്സിന്റെ ഒരു സെക്ഷൻ കൂടെ ഉണ്ടാവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, റോട്ടോ ഡൈനാമിക് പമ്പ് നമ്മൾ പറയുന്നത്. അതിനൊക്കെ ഓരോ ഉദാഹരണം, അതിൽ പമ്പിന്റെ സ്പെസിഫിക് സ്പീഡിനെ കുറിച്ച് പറയുന്നത്, വാട്ടർ ഹാമറിങ്, വേപ്പർ പ്രഷർ, കാവിറ്റേഷൻസ്, ചെറിയ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻലി വേണ്ടത്. പിന്നെ ഏത് നമ്മൾ എഫിഷ്യൻസി, ഹൈ ഹെഡിൽ വേണ്ടടുത്ത് നമ്മൾ ഏത് പമ്പ് ഉപയോഗിക്കും, ഹൈ ഡിസ്ചാർജ് വേണ്ടടുത്ത് ഏത് പമ്പ് ഉപയോഗിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് വരുന്നത് സിലബസിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ മെക്കാനിക്കലിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ട് തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ആണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്. അതൊരു 7 മാർക്കിനാണ് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ മെക്കാനിക്കലിന്റെ ഭാഗത്ത് നിന്ന് ഒരു 50 മാർക്കും സിവിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു 50 മാർക്കും ആണ്. മെക്കാനിക്കലിന്റെ ലാസ്റ്റ് പാർട്ട് തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് സിസ്റ്റം. അപ്പൊ കണ്ടിന്യൂം കൺസെപ്റ്റ് സിസ്റ്റം, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റവും ബൗണ്ടറിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പോവുക. വേരിയസ് തെർമോഡൈനാമിക് സിസ്റ്റംസ്, ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് എന്നാണ്. പിന്നെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അല്ലെ. ഫസ്റ്റ് ലോ നമ്മൾ സെറത്ത് ലോ എന്നുകൂടി പറയാറുണ്ട്. സെറത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇങ്ങനെയുള്ള തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ലോസ് കാര്യങ്ങൾ, പിന്നെ എനർജി ബാലൻസ് ഇക്വേഷൻ ആൻഡ് ഡിസ് അപ്ലിക്കേഷൻ, പമ്പ്, ടർബൈൻ, അതിൽ വരുന്ന എനർജി ബാലൻസ് ഇക്വേഷൻസ്, വേരിയസ് സൈക്കിൾസ് സച്ച് ആസ് തെർമൽ പവർ പ്ലാന്റിലും ഗ്യാസ് ടർബൈനിലും ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സൈക്കിൾസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് തെർമോഡൈനാമിക്സ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ഒരു മെക്കാനിക്കലിന്റെ അടുത്തൊരു പാർട്ടായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് IC എഞ്ചിൻസിനെ കുറിച്ച് അല്ലെ. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും എന്താണ്, IC എഞ്ചിൻ എന്താണ്, EC എഞ്ചിൻ എന്താണ്, അതിന്റെ കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിള്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, PV ഡയഗ്രാം, TS ഡയഗ്രാം, അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ. പിന്നെ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട സോളാർ പവർ, ടൈഡൽ പവർ, ജിയോ തെർമൽ പവർ, വിൻമിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് അടുത്തതായിട്ട് ഒരു തെർമോഡൈനാമിക്സ് ഭാഗത്ത് നിന്ന് വരുന്നത്. നെക്സ്റ്റ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് മെക്കാനിക്കൽ സിലബസ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് സിവിലിന്റെ സിലബസ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്നും നമുക്ക് എന്തുണ്ടാവും, ഒരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ സിവിലിന്റെ സിലബസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമുക്ക് 8 മാർക്കിനാണ് എന്തുണ്ടായിരിക്കുക എക്സാമിന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും 8 മാർക്കിന്. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് തന്നെ പർപ്പസ് ഓഫ് സർവേയിങ്, ടൈപ്സ് ഓഫ് സർവേ, ലെവലിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡംബി ലെവൽ ആൻഡ് ടെലസ്കോപ്പിക് ലെവലിംഗ് സ്റ്റെപ്സ്,
telescopic leveling, staff steps involved in performing, and temporary adjustment of leveling instrument, record observations in field book, compute the reduced level of the stations from field book, classifications of leveling, step involved in classification of leveling, principles of contouring plans from given field notes. അപ്പൊ സിവിലിലെ സർവേയുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സർവേയുമായി ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് ഉണ്ടാകുക. നെക്സ്റ്റ് തിയോഡലൈറ്റ് ട്രാൻസ്വേഴ്സിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് തിയോഡലൈറ്റ് ട്രാൻസ്വേഴ്സിംഗ്, their parts and function, temporary adjustment and terms, fundamental lines and their relationship, horizontal angle measurement by repetition and reiteration methods, അങ്ങനെയുള്ള തിയോഡലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സർവേയിലെ നെക്സ്റ്റ് ആയിട്ട് ഒരു മൊഡ്യൂൾ ആയിട്ട് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സർവേയിൽ 8 മാർക്കിൽ തന്നെ വരുന്ന അടുത്തൊരു പാർട്ടാണ് കർവ്സ് എന്ന് പറയുന്ന ഭാഗം അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കർവ്സ്, എലമെന്റ്സ് ഓഫ് എ സിമ്പിൾ കർവ്, ഡെസിഗ്നേഷൻ ഓഫ് എ കർവ് സെറ്റിംഗ് ഔട്ട് ബൈ സിമ്പിൾ കർവ് ബൈ ഓഫ്സെറ്റ് മെത്തേഡ്, ഫോർ ലോങ് കോഡ്, ലോങ് ടാൻജന്റ് കോഡ് പ്രൊഡ്യൂസ്ഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസിഷൻ കർവ്, റിക്വയർമെന്റ് ഓഫ് ട്രാൻസിഷൻ കർവ്സ്, ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്സ് ഓഫ് റോഡ്സ്, ഇൻട്രൊഡക്ഷൻ ടു വെർട്ടിക്കൽ കർവ് ആൻഡ് ജിയോമെട്രിക്സ് ഓഫ് എ വെർട്ടിക്കൽ കർവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കെർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഈ ഒരു കാര്യങ്ങൾ, അതായത് കെർവ്, അതേപോലെ തന്നെ തിയോഡലൈറ്റ് സർവേയിങ്, നോർമൽ ബേസിക് ആയ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കൂടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് 8 മാർക്കിന്റെ ഫസ്റ്റത്തെ ഒരു മൊഡ്യൂൾ വരുന്നത്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ആ മൊഡ്യൂളിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് മോഡേൺ സർവേ എക്യുപ്മെന്റ്സ് ആയ ടോട്ടൽ സ്റ്റേഷൻസ്, GPS ആൻഡ് GIS, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, ടോട്ടൽ സ്റ്റേഷൻസ്, അതിന്റെ കമ്പോണൻസ്, പാർട്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് വരുന്നുണ്ട് അടുത്തൊരു സെറ്റ് ആയിട്ട് അതിന്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുന്നുണ്ട് അതിൽ. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് റിമോട്ട് സെൻസിങ്, ഇൻട്രൊഡക്ഷൻ ടു ആപ്ലിക്കേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, GPS ഫണ്ടമെന്റൽസ്, GPS റിസീവേഴ്സ്, GPS ഒബ്സർവേഷൻസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് GPS റിസൾട്ട്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്തൊരു സെറ്റ് ആയിട്ടും വരുന്നുണ്ട്. ടോട്ടൽ 8 മാർക്കിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 5 മാർക്കിലുള്ള ഒരു ഏരിയയാണ്. അതിൽ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ആണ് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ആണ് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സയൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, അതോടൊപ്പം തന്നെ പ്രൊവിഷൻ ഓഫ് സേഫ്റ്റി ഫോർ ബിൽഡിങ്സ്, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, കവറേജ് ഓഫ് ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ബിൽഡിംഗ് ലൈൻ സെറ്റ് ബാക്ക്, ലൈൻ ഹെഡ് സൂം, സെയിൻ ഫ്ലോർ, ബേസ്മെന്റ് ഫ്ലോർ, ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്, റോ ഹൗസസ്. അപ്പൊ നമ്മളെ ബിൽഡിങ്ങിന്റെ ഡ്രോയിങ്സ് വരക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഏരിയ കാൽക്കുലേഷനും ഏതൊക്കെ ടൈപ്പ് ഏരിയകൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റത്തെ ഒരു പാർട്ടായിട്ട് വരുന്നത്. നെക്സ്റ്റ് അടുത്തൊരു പാർട്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആൻഡ് പ്ലാനിങ് റിക്വയർമെന്റ്സ് ഓഫ് ബിൽഡിങ്സ് ആസ് പെർ നാഷണൽ കോഡ്. നമ്മളെ ഇതിന്റെ കോഡൊക്കെ അനുസരിച്ചുള്ള ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷന് കാര്യങ്ങൾ, പ്ലംബിംഗ് ലേഔട്ട് ഷോയിങ് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി ഫിക്സേഴ്സ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഇലക്ട്രിക്കൽ ലേഔട്ട് ഷോയിങ് ഇലക്ട്രിക്കൽ ഫിക്സേഴ്സ് ആൻഡ് കൺട്രോൾ പോയിന്റ്സ്. നമ്മൾ വരക്കുന്ന സമയത്ത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നതും ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് ഇടുന്ന ലൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നതാണ് അടുത്തൊരു സെറ്റ് ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ അടുത്തൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. 10 മാർക്കിനുള്ള അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ അല്ലേ. അത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, സ്പെഷ്യൽ ഫിനിഷ്ഡ് ആൻഡ് റീസൈക്കിൾഡ്, റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോൺ, ലാറ്ററൈൽ സ്റ്റോൺ. അപ്പോൾ സ്റ്റോണ്, ടിമ്പർ അങ്ങനെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. ടിമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്, ടിമ്പറിന്റെ സ്ട്രക്ചറുകൾ പറയുന്നുണ്ട്, ടിമ്പറിലെ സീസണിങ് പറയുന്നുണ്ട്, നമുക്ക് ഡിഫൻസ് ഇൻ ടിമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നതാണ് എന്ത് വരുന്നത് ഫസ്റ്റത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അടുത്തൊരു പാർട്ട്. ദെൻ ലൈം പ്രോപ്പർട്ടീസ്, ടൈപ്സ് ആൻഡ് യൂസസ് ഓഫ് ലൈംസ്, ടൈപ്സ് ഓഫ് സോയിൽസ് ആൻഡ് സൂട്ടബിലിറ്റി ഇൻ കൺസ്ട്രക്ഷൻ, കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്രിക്ക് എർത്ത്, മാനുഫാക്ചറിങ് പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഫ്ലൈ ആഷ് ബ്രിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രിക്സും ലൈമും കാര്യങ്ങളും അങ്ങനെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തൊരു സെറ്റ് ആയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, നാച്ചുറൽ മെറ്റീരിയൽസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. നമ്മൾ ഗ്രാനൈറ്റ്, മാർബിൾ, ക്ലേ, സെറാമിക് ടൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ അതേപോലെ തന്നെ വുഡിന്റെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടത്, ടൈപ്സ് ഓഫ് ഗ്ലാസസിനെ പറയുന്നുണ്ട്, വുഡുകൾ പറയുന്നുണ്ട്, ഫ്ലോറിംഗ് മെറ്റീരിയൽസിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, ഫെറസ്, നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽസ് പറയുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന, പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന അല്ലെ പെയിന്റ്സ് കാര്യങ്ങൾ,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടിമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് പറയുന്നത് ഫ്ലോറിംഗ് മെറ്റീരിയൽസിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ ഭാഗം നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. then അതോടൊപ്പം തന്നെ അതിൽ കൂട്ടിച്ചേർക്കേണ്ട അടുത്തൊരു കാര്യമാണ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസ്. അപ്പൊ കൺസ്ട്രക്ഷന്റെ ടൈപ്സ് ലോഡ് ബിയറിംഗ് വാൾ സ്ട്രക്ചർ, ഫ്രെയിംഡ് സ്ട്രക്ചർ, കോമ്പോസിറ്റ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ സൂപ്പർ സ്ട്രക്ചർ, പാർട്സ് ഓഫ് ബിൽഡിംഗ്, വാൾസ്, പാർട്ടീഷൻ വാള്, കാവിറ്റി വാള്, ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള വാൾസ്, വിൻഡോസ്, ഡോർസ്, ഈ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് അതേമാതിരി അടുത്തൊരു ടോപ്പിക് കൺസ്ട്രക്ഷൻ ഓഫ് സബ്സ്ട്രക്ചർ ആണ്. ജോബ് ലേഔട്ട്, സൈറ്റ് ക്ലിയറൻസ്, ലേഔട്ട് ഓഫ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ ബൈ സെൻട്രൽ ലൈൻ, ഫേസ് ലൈൻ മെത്തേഡ്, എർത്ത് വർക്ക്, എക്സ്കവേഷൻ ആൻഡ് ഫൗണ്ടേഷൻ, ടിമ്പറിംഗ് ആൻഡ് സ്ട്രെഡിങ്, മെറ്റീരിയൽസ് യൂസ് ഫോർ പ്ലിന്ത് ഫില്ലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്തൊരു സെക്ഷൻ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഈ മൊഡ്യൂളിൽ വരുന്ന തന്നെ കേട്ടോ, 10 മാർക്ക് വരുന്നത്. ദെൻ ഫൗണ്ടേഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ഷാഡോ ഫൗണ്ടേഷൻ, ഡീപ് ഫൗണ്ടേഷൻ, സ്റ്റെപ്ഡ് ഫൂട്ടിങ്, വാൾ ഫൂട്ടിങ്, കോളം ഫൂട്ടിങ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ഫൗണ്ടേഷൻസും ഡിഫറെന്റ് ഫൂട്ടിംഗ് മെത്തേഡ്സും കാര്യങ്ങളും, പൈൽ ഫൗണ്ടേഷൻ, സ്ട്രാപ്പ് ഫൂട്ടിങ്, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ഡ്രാഫ്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് അടുത്തൊരു സെറ്റ് ആയിട്ട് അതിൽ തന്നെ ആ മൊഡ്യൂളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ മാഷനറി ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള മാഷനറികൾ, ടൈപ്പ് ഓഫ് മാഷനറികൾ പറയുന്നുണ്ട്. ആ മാഷനറി കാര്യങ്ങൾ, ബ്രിക്ക് മാഷനറി എങ്ങനെയാണ്, അതിലെ മെത്തേഡുകൾ, ആ കാര്യങ്ങളൊക്കെ, ഇന്റർലോക്കിംഗ് ബ്രിക്സ് കാര്യങ്ങളൊക്കെ തന്നെ അടുത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഡോറുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡോറുകൾ, ഡോറിന്റെ ക്ലാസിഫിക്കേഷൻ, ഡോറിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടത്, അതിന്റെ ഡിഫറൻസ് കാര്യങ്ങൾ, നമ്മൾ അതിൽ കൊടുക്കുന്നതുമായി അതിന്റെ പാനലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഡോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, സ്റ്റെയർസ്, ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ആ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു സെക്ഷൻ ആയിട്ടും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഭാഗത്ത് 10 മാർക്കിന്റെ ഏരിയയിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ ആയിട്ട് നമുക്ക് വരുന്നത് കോൺക്രീറ്റ് ടെക്നോളജിയാണ്. അടുത്ത് കോൺക്രീറ്റ് ടെക്നോളജി അല്ലെ. അപ്പൊ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടത് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെന്റ്, മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്, സിമെന്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, എങ്ങനെയാണ് സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്, അതിന്റെ സെറ്റിംഗ് ടൈം, അതിന്റെ കൺസിസ്റ്റൻസി, അങ്ങനെയുള്ള അതിന്റെ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് കാര്യങ്ങൾ. പിന്നെ അതിലേക്ക് സിമെന്റ്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, അഗ്രിഗേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, അഗ്രിഗേറ്റിന്റെ സൈസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അടുത്ത കോൺക്രീറ്റ് ടെക്നോളജിയിൽ വരുന്നത്. അപ്പൊ അതിൽ വാട്ടറിന്റെ ക്യൂറിങ് കാര്യങ്ങളുണ്ട്, ക്വാളിറ്റീസ് ഓഫ് വാട്ടർ, ഇമ്പ്യൂരിറ്റീസ് ഓഫ് വാട്ടർ, പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ദി സോളിഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് വരുന്നുണ്ട് കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള ഒരു പാർട്ട് കൂടി വരുന്നുണ്ട്. അപ്പൊ അടുത്ത് ഞാൻ കോൺക്രീറ്റ് ടെക്നോളജി തന്നെ അടുത്തൊരു ഭാഗമാണ് എന്ത് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ്, കോൺക്രീറ്റിലെ പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ, കോൺക്രീറ്റിംഗ് ഓപ്പറേഷൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ബാച്ചിങ്, മിക്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസിംഗ്, കോമ്പാക്ഷൻ എന്നുള്ള നമ്മളൊരു കോൺക്രീറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്ത് സെറ്റ് ആയി വരുന്ന വരെയുള്ള ഓരോ പ്രോസസ്സുകൾ, കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ഈ കോൺക്രീറ്റ് ടെക്നോളജി എന്ന മൊഡ്യൂളിൽ ഉണ്ടാവും. then അതിന്റെ ലാസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് കോൺക്രീറ്റ്. നമ്മളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും അല്ലെ. അത് ക്വാളിറ്റി ചെക്ക് നടത്തും. ആ ക്വാളിറ്റി ചെക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡിറ്റർമിനേഷൻ ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് കോൺക്രീറ്റ് ക്യൂബ്സ് ഓഫ് ഡിഫറെന്റ് ഏജസ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഓഫ് കോൺക്രീറ്റ് അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് NDT ടെസ്റ്റിന്റെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ. ദെൻ അടുത്ത അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആയ ടെക്നോളജികൾ കാര്യങ്ങളൊക്കെ, വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആൻഡ് നീഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, മെത്തേഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്തായിട്ടുള്ള കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ള ഭാഗത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത രണ്ടാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ കോൺക്രീറ്റ് ടെക്നോളജിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം തന്നെയാണോ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം തന്നെയാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറിഗേഷൻ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ്, ക്രോപ്പിംഗ് സീസൺസ്, ക്രോപ്പിംഗ് കലണ്ടർ, ക്രോപ്പ് പീരിയഡ്, ബേസ് പീരിയഡ്, ഡ്യൂട്ടി, ഡെൽറ്റ, കമാൻഡ് ഏരിയ, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡ്യൂട്ടി, അങ്ങനെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ഇറിഗേഷനുമായിട്ട് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ്, ഡാമുകൾ, ക്ലാസിഫിക്കേഷൻ, എർത്തൻ ഡാംസ്, ഗ്രാവിറ്റി ഡാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവാണ്. മൊഡ്യൂൾ 5 വരുന്നത് സ്ട്രക്ചറൽ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. സ്ട്രക്ചർ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് 6 മാർക്സിനാണ് നമുക്ക് വരുന്നത്. സ്ട്രക്ചറും അതുമായി ബന്ധപ്പെട്ട ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ഓഫ് സ്റ്റേജ് ഡിസൈൻ, പാർഷ്യലി സേഫ്റ്റി ഫാക്ടേഴ്സ് ഇൻ ലിമിറ്റ് സ്റ്റേജ് ആൻഡ് മെത്തേഡ് ഓഫ് ഡിസൈൻ കാര്യങ്ങൾ,
അതോടൊപ്പം തന്നെ വാല്യൂസ് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആസ് പെർ BIS, പ്രിൻസിപ്പിൾ ഓഫ് ലിമിറ്റ് സ്റ്റേജ് ഡിസൈൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലോഡ് ഓഫ് കാറ്റഗറി സ്ട്രെങ്ത്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, അസംഷൻസ് മെയ്ഡ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്, ലിവർ ആം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, സ്ട്രക്ചറൽ ഡിസൈനുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെക്ഷൻസ്, അതിൽ തന്നെ അടുത്തൊരു സെക്ഷൻ ആയിട്ട് ടൈപ്പ് ഓഫ് സെക്ഷൻസ് കാര്യങ്ങൾ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് N ആൻഡ് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഡിസൈനിങ് എ സിംഗ്ലി റീഇൻഫോഴ്സ്മെന്റ് റെക്ടാങ്കുലർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് കാൻലിവർ ബീം ഓഫ് ഡിഫറെന്റ് ലോഡിംഗ് കണ്ടീഷൻസ് ഓഫ് ഫ്ലെക്സർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈപ്സ് ഓഫ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് അടുത്തൊരു സെറ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഡിസൈൻ ഓഫ് ഫ്ലെയിഞ്ച്ഡ് ബീംസ് അണ്ടർ ഡിഫറെന്റ് ലോഡിംഗ് കണ്ടീഷൻസ്, ചെക്ക് ഫോർ സ്റ്റിഫ്നെസ് ആസ് പെർ IS 456/2000. അപ്പോൾ മോഡിഫിക്കേഷൻ ഫാക്ടർ, റിഡക്ഷൻ ഫാക്ടർ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടാണ് നെക്സ്റ്റ് അടുത്തൊരു സെറ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. പിന്നീട് അതിൽ വരുന്നതാണ് ഡിസൈൻ ഓഫ് ബീംസ് അണ്ടർ ഡിഫറെന്റ് ലോഡിംഗ് കണ്ടീഷൻസ് ഓഫ് ഷിയർ, ബോണ്ട് ആൻഡ് ആങ്കറേജ്, കാൽക്കുലേഷൻ ഓഫ് ഡെവലപ്മെന്റ് ലെങ്ത്, ചെക്ക് ഫോർ കർട്ടൈൽമെന്റ് ഓഫ് ബാർസ് ഇൻ ബീംസ്, കോഡ് പ്രൊവിഷൻസ് ഫോർ ലാപ്പ് ലെങ്ത്. നെക്സ്റ്റ് അതിൽ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് സ്ലാബ്സ്, ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ്സ്, സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ് കാൻഡിലിവർ, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ലാബുകളെ കുറിച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ഓഫ് സൺഷെയ്ഡ്, ഡിഫറെന്റ് ആയിട്ടുള്ള സൺഷെയ്ഡുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളാണ് അടുത്ത ഒരു സെക്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസസ് അണ്ടർ ഡിഫറെന്റ് ലോഡ് ആൻഡ് കണ്ടീഷൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെയർ കേസസിന്റെ ഡിസൈൻസ്, തിയറി ഓഫ് ഡിസൈനിങ് ഓഫ് കോളംസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിസൈനുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചറൽ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റ് ആണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് ഭാഗം. 8 മാർക്കിനാണ് നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് വരുന്നത്. ക്വാണ്ടിറ്റി സർവേയർ ആരാണ്, അയാളുടെ ഡ്യൂട്ടീസ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ, എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ടൈപ്സ് ഓഫ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് ഫോർ ഡിഫറെന്റ് ഐറ്റംസ് ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സർവേയുമായി ബന്ധപ്പെട്ടുള്ള ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ള ആളുടെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ, മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, ലേബർ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, കോൺട്രാക്ടേഴ്സിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ലാസ്റ്റ് ക്വാണ്ടിറ്റി സർവേയിങ് വരുന്നത്. അപ്പൊ അതാണ് അടുത്തൊരു സെറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് RCC, ബീം, സ്ലാബ്, കോളം ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, മാഷനറി വർക്ക്, ഫൗണ്ടേഷൻ, കോൺക്രീറ്റ്, ഇതിന്റെ ഒക്കെ എസ്റ്റിമേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സാൾവേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഈ ഒരു എസ്റ്റിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ലാസ്റ്റത്തെ ഒരു സെറ്റ് ഓഫ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ഭാഗം. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ 6 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ്, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ്, എലമെന്റ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ്, ഓവർവ്യൂ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ്, ഫംഗ്ഷൻ ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഡീറ്റെയിൽസ് ടു ബി കളക്ടഡ് ഡ്യൂറിംഗ് പ്ലാനിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, ഷെഡ്യൂളിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രൊജക്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ, ഐഡിയ ഫോർമുലേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, അതേപോലെ തന്നെ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ടത്, റഫ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് എത്ര കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഇടുന്നത്, അതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബഡ്ജറ്റ്, ബിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ അടുത്തൊരു സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രൊജക്ട് മാനേജ്മെന്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്, ബാർ ചാർട്ട്, നെറ്റ്വർക്ക് മോഡൽസ്, CPM, പ്രൊജക്ട് ഡ്യൂറേഷൻ, EPO, LFO, അങ്ങനെയുള്ള കുറച്ചധികം ടേംസ് ഉണ്ട് ടെക്നിക്കലി നമ്മൾ പറയുന്ന പേർട്ട്, കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്ടഡ് ടൈം, സ്ലാക്ക് ടൈം, കമ്പാരിസൺ ബിറ്റ്വീൻ ബാർ ചാർട്ട് ആൻഡ് CPM, പെർട്ട്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അടുത്ത ഒരു സെറ്റായിട്ടും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ വരുന്നതാണ് പ്രൊജക്ട് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, റിസോഴ്സ് ലെവലിംഗ്, റിസോഴ്സ് സ്മൂത്തനിങ്, ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ്, ജോബ് ലേ ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ടൈം മോഷൻ സ്റ്റഡി ഡീറ്റെയിൽസ് ഒക്കെ, പ്രൊജക്ട് ക്രാഷിംഗ് കാര്യം ബന്ധപ്പെട്ടത്, കോൺട്രാക്ടേഴ്സിന്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ വാലിഡിറ്റി, ടൈപ്സ് ഓഫ് കോൺട്രാക്ട് കാര്യങ്ങൾ, പെർസെൻറ്റേജ് ഓഫ് കോൺട്രാക്ട്, കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്തായിട്ടുള്ള സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് വരുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്താണ് എന്താണ് ഒരു ക്വാളിറ്റി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ റോള്, സൂപ്പർവിഷൻ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ലാസ്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള മൊഡ്യൂൾ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള 50 മാർക്കിലെ ക്വസ്റ്റ്യൻസും അതിന് തൊട്ട് മുന്നേ പറഞ്ഞത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ കഴിഞ്ഞതോ അതിൽ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഈ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 2-ാം തീയതി വരെയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അപ്ലൈ ചെയ്യുക, സിലബസിനെ കുറിച്ച് അവയർനെസ് കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സബ് എഞ്ചിനീയർ എന്നുള്ള അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എന്നുള്ള ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയിലുള്ള ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് PSCയിൽ ഒരു പുതിയ ബാച്ച്, ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ചിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള റെക്കോർഡർ ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. സിലബസിന് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മൊഡ്യൂൾ വൈസ് എക്സാംസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയറൻസ് ചെയ്യാനുള്ള മെന്റർഷിപ്പ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സബ് എഞ്ചിനീയറിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. കുറേ അധികം കാര്യങ്ങൾ സിലബസിലുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഓപ്പൺ അവൈലബിൾ ആണ്. സോ കുറച്ച് ഭാഗങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, കൂടുതലായിട്ട് വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിലബസിലെ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഒന്നുകൂടി നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സബ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള എക്സാം എഴുതുന്ന ഫ്രണ്ട്സിലോട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്